നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ബയോളജി ക്ലാസ്സിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനുമാണ് മനസ്സിലാക്കിയത്. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആൻഡ് ദി ഫങ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട് ഓഫ് ന്യൂറോൺ. നമ്മളിനി ചില സ്ട്രക്ചറൽ ആസ്പെക്റ്റ് കൂടി മനസ്സിലാക്കാൻ പോവുകയാണ്. ആ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പറഞ്ഞ സ്ഥലത്ത് ചിത്രീകരണത്തിൽ മറ്റൊരു കോശത്തെ കൂടി, സെല്ലിനെ കൂടി ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സെല്ലിനെ ഷ്വാൻ സെൽ എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്കിനി ഷ്വാൻ സെല്ലിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ഈ ഷ്വാൻ സെൽ? നമ്മൾ പറഞ്ഞ ന്യൂറോണിനെ പോലെ മറ്റ് മസിൽ സെൽ, എപ്പിത്തീലിയൽ സെൽ, ഇതേപോലെ ശരീരത്തിലുള്ള മറ്റൊരു സെൽ ആണ് ഈ ഷ്വാൻ സെൽ. പക്ഷേ ഈ ഷ്വാൻ സെല്ലിന് ഒരു വലിയ സവിശേഷതയുണ്ട്. ദാറ്റ് ഈസ് ദി പെക്യുലാരിറ്റി ഓഫ് ദിസ് ഷ്വാൻ സെൽ. അത് ആക്സോണിന് പുറത്ത് ചുറ്റിയിരിക്കുകയാണ്. ആക്സോൺ ഓർമ്മയുണ്ടല്ലോ, ദി ലോങ് ഫിലമെൻ്റ് ഓഫ് ദി ന്യൂറോൺ. ന്യൂറോണിൽ നിന്നുള്ള ഏറ്റവും നീളമുള്ള തന്തുവാണ് ആക്സോൺ. ഈ ആക്സോണിനെ പൊതിഞ്ഞ് ഷ്വാൻ സെല്ലിരിക്കുകയാണ്. പൊതിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ കൗതുകരമായൊരു വസ്തുതയാണിത്. വെറുതെ പൊതിയുകയല്ല, ചുറ്റിപ്പിണയുന്നു. നമ്മൾ സാധാരണ പറയുന്നത് റിപ്പീറ്റഡ് എൻസർക്ലിംഗ് ഓഫ് ഷ്വാൻ സെൽ. ഷ്വാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. റിപ്പീറ്റഡ് എൻസർക്ലിംഗ് ഓഫ് ഷ്വാൻ സെൽ അറൗണ്ട് ദി ആക്സോൺ. ആക്സോണിനെ ആവർത്തിച്ച് ഈ ഷ്വാൻ കോശം വലയം ചെയ്യുന്നു. ഒരു സെല്ല് ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറിനെ, ആക്സോൺ പോലുള്ള ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറിനെ, സിലിണ്ടർ ആകൃതിയിലുള്ളൊരു ഘടനയെ ഇങ്ങനെ റിപ്പീറ്റായി എൻസർക്കിൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണ് നോക്കൂ. അങ്ങനെ ആവർത്തിച്ച് വലയം ചെയ്യുമ്പോൾ, വളരെ ടൈറ്റായി വലയം ചെയ്യുമ്പോൾ, ഈ ഷ്വാൻ സെല്ലിൻ്റെ മെംബ്രെയിൻ, എല്ലാ സെല്ലിനും സെൽ മെംബ്രെയിൻ ഉള്ളതായിട്ട് നമുക്കറിയാം, കോശസ്ഥലം ഉള്ളതായിട്ട് നമുക്കറിയാം. ഷ്വാൻ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ നേരിട്ട് ആക്സോണിനെ ചുറ്റാൻ തുടങ്ങും. ഒരു ചുറ്റല്ല കേട്ടോ, ആവർത്തിച്ച് വരും. റിപ്പീറ്റഡ് എൻസർക്ലിംഗ്. എങ്ങനെ ആവർത്തിക്കും? 1, 10, 50 അല്ല, 100, 200 തവണയാണ് ഈ റെപ്പറ്റീഷൻ ഇങ്ങനെ ആവർത്തിച്ച് ചുറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആവർത്തിച്ച് ചുറ്റുമ്പോൾ ഈ ഷ്വാൻ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ ആക്സോണിൻ്റെ പുറത്ത് ചുറ്റി വരുന്ന സമയത്ത് ഷ്വാൻ സെല്ലിൻ്റെ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും പുറമേക്ക് തള്ളി വരും. കാരണം അകത്ത് ചുറ്റി നടക്കല്ലേ. അപ്പോൾ ഷ്വാൻ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ്റെ റിപ്പീറ്റഡ് എൻസർക്ലിംഗ് മൂലം സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും പുറത്തേക്ക് വരികയും ആക്സോണിന് പുറത്ത് സെൽ മെംബ്രെയിൻ്റെ മാത്രം ചുറ്റുണ്ടാവുകയും ചെയ്യും. അതായത് ഷ്വാൻ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വലയങ്ങൾ. ഇതിലേക്ക് മയലിൻ എന്നു പേരുള്ള ഒരു ലിപ്പിഡ് മെറ്റീരിയൽ, മയലിൻ ഒരു ലിപ്പിഡ് മെറ്റീരിയലാണ്, ഒരു കൊഴുപ്പ് പദാർത്ഥമാണ്. മയലിൻ എന്നു പേരുള്ള ലിപ്പിഡ് മെറ്റീരിയൽ ഈ ഷ്വാൻ സെല്ലിൻ്റെ ചുറ്റിയ സ്ഥലത്തിലേക്ക്, ആവർത്തിച്ച് ചുറ്റിയ മെംബ്രെയിനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും, ആവശ്യപ്പെടും. അങ്ങനെ മയലിൻ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ഈ പുതിയ ഭാഗത്തിനെ നമ്മൾ മയലിൻ ഷീത്ത് എന്ന് വിളിക്കും. അപ്പോൾ മയലിൻ ഷീത്ത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ ദൃശ്യം നോക്കൂ. മയലിൻ ഷീത്ത് ഉണ്ടാവുന്നത് ഷ്വാൻ സെല്ലിൻ്റെ ആക്സോണിന് പുറത്തുള്ള റിപ്പീറ്റഡ് എൻസർക്ലിംഗ് മൂലമാണ്. അപ്പോൾ ആക്സോണിനെ കവർ ചെയ്ത് ഈ ഷ്വാൻ സെല്ലുകളുടെ ചുറ്റുണ്ടാക്കുന്ന ഒരു പുതിയ കവചമാണ് മയലിൻ ഷീത്ത്.
ഇനി ഈ മയലിൻ ഷീത്ത് ഉള്ള ആക്സോണുകൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ പറയുന്നു ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും മെസ്സേജിനെ സ്വീകരിച്ച് കൈമാറുന്നത് ന്യൂറോണാണ്. പക്ഷേ ഒരു ന്യൂറോണിന് മാത്രമായി ഈ മെസ്സേജിനെ കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ന്യൂറോണുകളെ കൂട്ടിച്ചേർത്ത് ബണ്ടിലുകളാക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ദി സ്റ്റോക്സ് ഓഫ് എ ബ്രൂം. നമ്മൾ ചൂലിൻ്റെ ഈർക്കിലുകൾ പോലെ ഒന്നിച്ച് ചേർത്ത് ബണ്ടിലായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നമ്മൾ തൊട്ടടുത്ത ഭാഗങ്ങളിൽ പറയും. ചുരുക്കത്തിൽ ന്യൂറോണുകളുടെ ഒരു കളക്ഷൻ ഓഫ് ന്യൂറോണുകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് നെർവ്. ദി കളക്ഷൻ ഓഫ് ന്യൂറോൺസ് ആർ കാൾഡ് നെർവ്സ്. അങ്ങനെയാണെങ്കിൽ നെർവുകളിൽ മാത്രമാണ് ഈ ഷ്വാൻ സെല്ലുകൾ ഉള്ളത്. ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും പോയാൽ ഷ്വാൻ സെല്ലുകൾക്ക് പകരം മയലിൻ ഷീത്തിനെ ഉണ്ടാക്കുന്നത് മറ്റൊരു തരം സെല്ലുകളാണ്. ഷ്വാൻ സെല്ലിന് തുല്യമായി മയലിൻ ഷീത്തിനെ ഉണ്ടാക്കാൻ ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദെയർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ്. ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദി സ്പെഷ്യലൈസ്ഡ് സെൽസ് കാൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ബുക്കിലെഴുതൂ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. Oligodendrocytes are the specialized cells present in brain and spinal cord to produce the myelin sheath. മയലിൻ ഷീത്തിനെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന സെല്ലുകളാണ്. ഈ സെല്ലുകൾക്ക് കാഴ്ചയിൽ തന്നെ ഒരു കൗതുകമുണ്ട്. സാധാരണ പറയുന്നത് ഒരു നീരാളിയെ പോലെയാണ്. 10-15 കൈകളുള്ള ഒരു സെൽ. ഈ 15 കൈകൾ കൊണ്ട് ഇത് വളരെ അത്ഭുതങ്ങൾ കാണിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ആക്സോണിൻ്റെ തന്നെ 2 ഭാഗങ്ങളിൽ, 2 അതിലധികമോ ഭാഗങ്ങളിൽ, ഒരു ആക്സോണിൻ്റെ തന്നെ ഒന്നിലധികം ഭാഗങ്ങളിൽ ഈ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരെയും ചെയ്യും. ഈ റിപ്പീറ്റഡ് എൻസർക്ലിംഗ് മേ ബി മെയ്ഡ് ബൈ 2 or more branches ഓഫ് ആൻ ഒളിഗോഡെൻഡ്രോസൈറ്റ്. ചില സമയത്ത് സെയിം ഒളിഗോഡെൻഡ്രോസൈറ്റിൻ്റെ ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ഡിഫറൻറ്റ് ആക്സോൺസിനെ എൻസർക്കിൾ ചെയ്യും. ഒരു ന്യൂറോണിൻ്റെ ആക്സോൺ ഇവിടെ ഇരിക്കുന്നു, മറ്റൊരു ന്യൂറോണിൻ്റെ ആക്സോൺ ഇവിടെ നിന്ന് വരുന്നു. ഈ 2 ആക്സോണിനെയും എൻസർക്കിൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ്സിന് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഷ്വാൻ സെല്ലും ഒളിഗോഡെൻഡ്രോസൈറ്റും 2 പേരും മയലിൻ ഷീത്തിനെ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും 2 പേർക്കും അവരുടെ ലൊക്കേഷനിൽ, അവരുടെ സ്ഥാനത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പിയറൻസിൽ വ്യത്യാസമുണ്ട്, മയലിൻ ഷീത്തിനെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഷ്വാൻ സെൽസ് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ നെർവ്സ് വെയറാസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഷ്വാൻ സെൽ ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്? എഴുതൂ, ആ ചോദ്യം ഒന്ന് എഴുതും. ഷ്വാൻ കോശങ്ങളും ഒളിഗോഡെൻഡ്രോസൈറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം നമ്മൾ പറയേണ്ടത് അവയുടെ ലൊക്കേഷനിൽ, അവയുടെ സ്ഥാനത്തിലുള്ള വ്യത്യാസമാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്നറിയപ്പെടുന്ന സെല്ലും ഷ്വാൻ സെല്ലും ഇത്ര ആവേശത്തോടെ ചുറ്റി ഈ ആക്സോണിനെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും നെർവിനെയുമൊക്കെ നമ്മളല്ലാതെ ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ ചില തിളങ്ങുന്ന വെള്ള ഭാഗങ്ങൾ കാണാം. എങ്ങനെയാണ് ഈ തിളക്കം വന്നത്? തിളക്കം വന്നതിന് കാരണം ന്യൂറോണിൻ്റെ ആക്സോണിനെ പൊതിഞ്ഞിരിക്കുന്ന ഈ മയലിൻ ഷീത്തിന് ഷൈനി വൈറ്റ് കളർ ഉള്ളതുകൊണ്ടാണ്, തിളങ്ങുന്ന വെള്ള നിറമുള്ളതുകൊണ്ടാണ്. മയലിൻ ഷീത്ത് ഹാസ് ഷൈനി വൈറ്റ് കളർ. ബ്രെയിനിലും സ്പൈനൽ കോഡിലുമൊക്കെ ഈ ആക്സോണിനെ പൊതിഞ്ഞ് മയലിൻ ഷീത്ത് ഉണ്ടെങ്കിൽ ആക്സോണുകൾക്കും ഷൈനി വൈറ്റ് കളർ വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഷൈനി വൈറ്റ് കളറുള്ള ഈ മയലിൻ ഷീത്ത് പൊതിയുന്ന
ആക്സോണുകളുള്ള ന്യൂറോൺ. അത്തരത്തിലുള്ള ന്യൂറോണുകളെ നമ്മൾ മയലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് വിളിക്കും. ഷ്വാൻ സെൽ അല്ലെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മയലിൻ ഷീത്തിന് ഷൈനി വൈറ്റ് കളറുണ്ട്. ഷൈനി വൈറ്റ് കളേർഡുള്ള ആ ന്യൂറോണിനെ വിളിക്കുന്ന പേരാണ് മയലിനേറ്റഡ് ന്യൂറോൺസ്. എല്ലാ ന്യൂറോൺസും മയലിൻ കൊണ്ട് പൊതിഞ്ഞിട്ടില്ല. മയലിൻ പൊതിഞ്ഞിട്ടില്ലാത്ത ന്യൂറോണുകളെ നോൺ മയലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് വിളിക്കും. മയലിൻ ഇല്ലാത്ത ന്യൂറോണുകൾ. നമ്മൾ ബ്രെയിനിൽ സ്പൈനൽ കോഡിൽ നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ മയലിൻ കൊണ്ട് പൊതിഞ്ഞ ന്യൂറോണുകളെ കാണാം, ചില ഭാഗങ്ങളിൽ മയലിൻ ഇല്ലാത്ത ന്യൂറോണുകളെയും കാണാം. മയലിൻ ഉള്ള ഭാഗങ്ങൾ നല്ല വെള്ള നിറത്തിൽ കാണും, ഷൈനി വൈറ്റ് കളർ. ദോസ് പാർട്സ് ആർ കാൾഡ് വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്റർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതേസമയം മയലിൻ ഇല്ലാത്ത ന്യൂറോണുകളിരിക്കുന്ന പാർട്ടുകളുമുണ്ട്. അവർക്ക് വെള്ള നിറമില്ല, ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് ദിസ് മയലിൻ ഷീത്ത്. സോ ദോസ് പാർട്സ് ആർ കാൾഡ് ഗ്രേ മാറ്റർ. ചാരനിറത്തിലിരിക്കുന്നുണ്ട് ആ ഭാഗങ്ങളെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. ഇവിടെയും ഒരു ചോദ്യം, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ? എന്താണ് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും തമ്മിലുള്ള വ്യത്യാസം? ആ ചോദ്യം കൂടി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതൂ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ? ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്പം മുമ്പ് ഉന്നയിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ ഷ്വാൻ സെല്ലും ഒളിഗോഡെൻഡ്രോസൈറ്റും റിപ്പീറ്റായി ആക്സോണിനെ ചുറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ മയലിൻ ഷീത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? മയലിൻ ഷീത്തിന് ചില പ്രധാനപ്പെട്ട ജോലികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ജോലി ആക്സോണിനെയാണല്ലോ പൊതിയുന്നത്. ഈ ആക്സോണിന് ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം. അതിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസ് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. സോ ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫങ്ഷൻ ഓഫ് മയലിൻ ഷീത്ത് ഈസ് ടു പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. ഈ ആക്സോണിനുള്ള ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും കൊടുക്കുന്നു, ഓക്സിജനെയും പോഷകങ്ങളെയും കൊടുക്കുന്നു. രണ്ടാമത്തെ ജോലി എന്താണ്? നമുക്കറിയാം, നമ്മുടെ വൈദ്യുത ഉപകരണങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വയറുകൾ. ഈ ഇലക്ട്രിക് വയറുകളിലെ അകത്തുള്ള കോപ്പർ പോലുള്ള വൈദ്യുത വാഹികളുണ്ടല്ലോ, കണ്ടക്ടേഴ്സ്, അവരെ പൊതിഞ്ഞുകൊണ്ട് എപ്പോഴും ഇൻസുലേറ്റേഴ്സ് കാണും. അതായത് കടന്നു പോകുന്ന വൈദ്യുതി, കറണ്ട് പുറത്തേക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ. യഥാർത്ഥത്തിൽ ഈ ന്യൂറോണിലെ ആക്സോണിലൂടെ കടന്നു പോകുന്ന മെസ്സേജിനും കറണ്ടിൻ്റെ സ്വഭാവമാണ്. നമ്മളത് പിന്നീട് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ആക്സോണിലൂടെ കടന്നു പോകുന്ന ഈ മെസ്സേജ് പുറത്തേക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മയലിൻ ഷീത്ത് ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. മയലിൻ ഷീത്ത് ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു, വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ജോലി, ഈ മയലിൻ ഷീത്തിൻ്റെ ഘടനയൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മയലിൻ ഷീത്ത് ഒരു പ്രത്യേക സ്ഥലത്തു നിന്നും തുടങ്ങി ഒരു പ്രത്യേക സ്ഥലത്ത് അവസാനിക്കും. എന്തുകൊണ്ട്? അവിടെയാണ് ഒരു ഷ്വാൻ കോശം അല്ലെങ്കിൽ ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റിൻ്റെ ബ്രാഞ്ച് വന്ന ആക്സോണിനെ ചുറ്റുന്നത്. ആ മയലിൻ ഷീത്ത് അവസാനിച്ചാൽ അല്പം ഇടവിട്ടാണ് അടുത്ത മയലിൻ ഷീത്ത് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ മയലിൻ ഷീത്ത് പലപ്പോഴും ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് കാണുന്നത്, ഓരോരോ കഷ്ണങ്ങളായിട്ടാണ് കാണുന്നത്. ഈ മയലിൻ ഷീത്തുകളുടെ സെഗ്മെൻറ്റ്സിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് മയലിൻ ഷീറ്റ്സ് എ സ്മോൾ ഏരിയ ഈസ് ദെയർ. ചെറിയ ഭാഗമുണ്ട്, ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു ആക്സോണിനെ മൊത്തത്തിലെടുത്താൽ there are a number of Schwann cells which produce myelin sheaths and each myelin sheath are separated by small gaps. വളരെ ചെറിയ ഗ്യാപ്പുകളുണ്ട്, ഇവരെ വേർതിരിച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പുകളുള്ളതൊരു വലിയ ഫങ്ഷൻ ചെയ്യാൻ ഈ ആക്സോണിന് സഹായകമാകും. ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ ശ്രമിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഓടിപ്പോകുന്നു, ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു, ഓടിപ്പോകുന്നു. അല്ലെങ്കിൽ 2 പേർ ഓടിപ്പോകുന്നു മത്സരിക്കാൻ. ഒരാൾ നല്ല വേഗതയിൽ ഓടുന്നു, മറ്റേയാൾ വേഗതയിൽ ഓടുന്നതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ചാടിയും കൂടി പോയാലോ? അങ്ങനെ റണ്ണിങ് അതിൻ്റെ ഒപ്പം ജമ്പിങ് കൂടെ നടത്തിയാൽ ഒരുപക്ഷെ അയാൾ വേഗതയിൽ ഈ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ ഷ്വാൻ സെല്ലുകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ വിട്ടിട്ടുള്ള ഇടവേളകളുണ്ടല്ലോ, ഈ ഇടവേളകളിലൂടെ സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ പോകുന്നു എന്ന് നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ മയലിൻ ഷീത്തുകൾ ഇമ്പൾസിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്നു, ആക്സിലറേറ്റ്സ് ഇമ്പൾസ്.
ആക്സിലറേറ്റ് സിമ്പിൾസ്. മയലിൻ ഷീത്ത് ആക്സിലറേറ്റ് സിമ്പിൾസ്. മയലിൻ ഷീത്ത് ആവേഗങ്ങളുടെ സന്ദേശങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ജോലി, നമ്മൾ നടക്കും, ഓടും, പലവിധ ജോലികൾ ചെയ്യും. ഈ ജോലികൾ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ സെൽസിന് വെയർ ആൻഡ് ടയർ വരും. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഷോക്കുണ്ടാവും. ഇത്തരത്തിലുള്ള ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കവചമായിട്ടാണ് മയലിൻ ഷീത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മയലിൻ ഷീത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ജോലികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന്, മയലിൻ ഷീത്ത് പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ആക്സോൺസ്. മയലിൻ ഷീത്ത് ആക്സോണിന് ആവശ്യമായ ഓക്സിജനെയും പോഷകങ്ങളെയും കൊടുക്കുന്നു. ആക്സിലറേറ്റ് സിമ്പൾസസ്. മയലിൻ ഷീത്ത് സന്ദേശങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. മൂന്നാമത്തത്, ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. നാലാമത്തേത്, പ്രൊട്ടക്ട് ദി ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു. ഈ പ്രധാനപ്പെട്ട പോയിൻറ്റുകളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം. ഇത്രയും പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് മയലിൻ ഷീത്ത് നിർവഹിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത്? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത്? മയലിൻ കവചം, മയലിൻ ഷീത്ത് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തെല്ലാം? ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത്, ഒന്ന്, ഈ മയലിൻ ഷീത്ത് ഉണ്ടാക്കുന്ന ഷ്വാൻ സെൽസും ഒളിഗോഡെൻഡ്രോസൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഷ്വാൻ സെൽ ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. നമ്മൾ പിന്നീട് പറഞ്ഞത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ദി ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത്. മയലിൻ ഷീത്തിൻ്റെ 4 പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഇനി നമുക്ക് ന്യൂറോണിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂറോണിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ, ന്യൂറോണിലൂടെ സന്ദേശം എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഇതിനുവേണ്ടി നിങ്ങൾ നോട്ട്ബുക്കിലൊരു ചിത്രം വരയ്ക്കണം. ഈ കാണുന്ന പോലെ ഒരു ചിത്രം വരയ്ക്കൂ. ഒരു സിലിണ്ടറിൻ്റെ രൂപത്തിൽ വളരെ ലഘുവായി വരയ്ക്കുക. ഇത് യഥാർത്ഥത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഡെപ്പിക്ട്സ് എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ആൻ ആക്സോൺ. ഒരു ആക്സോണിൻ്റെ ഭാഗം, എ പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ആൻ ആക്സോൺ. ഇത്ര നീളത്തിലുള്ള ഒരു ആക്സോൺ. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ പറയുകയാണ്, ആ ആക്സോൺ വരച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ സർഫസിൽ നിങ്ങളീ കാണുന്നത് പോലെ ദർ ആർ പോസിറ്റീവ് ചാർജസ്. ആ മെംബ്രെയിന്, ആക്സോണിൻ്റെ സ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജുകൾ. ആക്സോണിൻ്റെ മെംബ്രെയിന് അകത്ത് സൈറ്റോപ്ലാസത്തിൽ ദർ ആർ നെഗറ്റീവ് ചാർജസ്. നിങ്ങളിങ്ങനെ വരച്ചിട്ട് ഈ സിലിണ്ടർ ആകൃതിയിൽ ആക്സോണിനെ ഒന്ന് വരച്ചിട്ട് മുകളിൽ നിരയായി പോസിറ്റീവ് ചാർജും താഴെയായി നെഗറ്റീവ് ചാർജും അടയാളപ്പെടുത്തണം. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആക്സോണിൻ്റെ പുറം ഭാഗത്തുള്ള പോസിറ്റീവ് ചാർജും ആക്സോണിന് ഉൾവശത്തുള്ള നെഗറ്റീവ് ചാർജും. ഇത് ആക്സോണിന് മാത്രമല്ല ഉള്ളത്. യഥാർത്ഥത്തിൽ എല്ലാ സെൽസിനും ഇതേപോലെ ഔട്ട്സൈഡ് പോസിറ്റീവും ഇൻസൈഡ് നെഗറ്റീവുമാണ്. എല്ലാ സെൽസിനും. അതായത് ഒരു ബാറ്ററിയെ പോലെ ഓരോ സെൽ മെമ്പറിൻ്റെ ഓരോ ഭാഗവും ഒരു ബാറ്ററിയെ പോലെ പ്രവർത്തിക്കുന്നു. എങ്ങനെ? ഔട്ട്സൈഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഇൻസൈഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും. ബോഡിയിലെ എല്ലാ സെൽസിനും ഈ സവിശേഷതയുണ്ട്. ഓൾ സെൽസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി പ്രസൻസ് ഓഫ് ദീസ് ഇലക്ട്രിക്കൽ ചാർജസ്. അങ്ങനെയാണെങ്കിൽ ആ സവിശേഷത നമുക്ക് ന്യൂറോണിനും പറഞ്ഞു കൊടുക്കാം, ന്യൂറോണിൻ്റെ ആക്സോണിൻ്റെ ഈ ഒരു ഭാഗത്തിനും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഈ ആക്സോണിൻ്റെ ഔട്ട്സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡ്, ഇൻസൈഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. എന്തുകൊണ്ടാണ് ഈ ചാർജ് വരുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ അയോണുകളുണ്ട്. ചാർജ്ഡ് പാർട്ടിക്കിൾസാണ് അയോൺസ് എന്ന് നിങ്ങൾ കെമിസ്ട്രിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയും ചില പ്രത്യേക തരത്തിലുള്ള അയോണുകളുണ്ട്. ഉയർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ സോഡിയം അയോണുകളെന്നും
പൊട്ടാസ്യം അയോണുകളെന്നുമൊക്കെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ അയോണുകളുടെ പേര് പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, ദി ഔട്ട്സൈഡ് ഓഫ് ദി ആക്സോൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്, ഇൻസൈഡ് ഓഫ് ദി ആക്സോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സർട്ടൻ അയോൺസ്. ചില അയോണുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അയോണുകളെ വെച്ചിരിക്കുന്ന ക്രമത്തിലും വ്യത്യാസമുണ്ട്. ദർ ഈസ് ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ്. അയോണുകളെ വെച്ചിരിക്കുന്ന ക്രമത്തിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്? നമ്മൾ സ്ട്രിക്റ്റ്ലി പറയുന്നു ഔട്ട്സൈഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഇൻസൈഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. സോ ദർ ഈസ് ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ്. അയോൺസിൻ്റെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ട്. നോക്കൂ, ഇങ്ങനെ ഇലക്ട്രിക്കൽ ചാർജ് ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു സ്റ്റിമുലസ് വരികയാണ്, ഉദ്ദീപനം. സ്പർശം, ചൂട്, തണുപ്പ്, പലതരത്തിലുള്ള സ്റ്റിമുലസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹീറ്റ്, കോൾഡ്, ടച്ച്, ടെമ്പറേച്ചർ, ഇതെല്ലാം സ്റ്റിമുലസുകളാണ്. അത്തരത്തിലൊരു സ്റ്റിമുലസ് വന്നാൽ ഉടനെ ഒരു വലിയ കാര്യം സംഭവിക്കും. എന്താണത്? ഈ ആക്സോണിന് പുറത്തുള്ള ഒരു പ്രത്യേക ഏരിയയിൽ ഒരു സ്റ്റിമുലസ് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ വരച്ചിരിക്കുന്ന ആക്സോണിൻ്റെ പുറത്ത് ഒരു ഡൗൺ ആരോ അടയാളപ്പെടുത്തുക. മുകളിലുള്ള പോസിറ്റീവ് ചാർജിലേക്ക് ഒരു ആരോ അടയാളപ്പെടുത്തുക. എന്നിട്ട് എഴുതണം സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസ് വരുന്നു, ഉദ്ദീപനം വരുന്നു. ആ സമയത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? സംഭവിക്കുന്ന മാറ്റം, സ്റ്റിമുലേറ്റഡ് ഏരിയയിൽ ഉദ്ദീപിപ്പിക്കപ്പെട്ട ആ സ്ഥാനത്ത് മുകളിലുള്ള പോസിറ്റീവ് ചാർജ് താഴേക്കും താഴെയുള്ള നെഗറ്റീവ് ചാർജ് മുകളിലേക്കും കയറിപ്പോകും. മനസ്സിലായോ? മുകളിലുള്ള പോസിറ്റീവ് ചാർജ് ആ സ്റ്റിമുലേഷൻ വന്ന സ്ഥലത്ത് താഴേക്കും താഴെയുള്ള നെഗറ്റീവ് ചാർജ് പുറത്തേക്കും പോകും. ചാർജ് പോകുക എന്ന് പറഞ്ഞാൽ ആ ചാർജ് നൽകുന്ന അയോണുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നതാണ്. ഉയർന്ന ക്ലാസ്സിൽ വിശദമായി പഠിക്കും. അപ്പോൾ എന്താ സംഭവിച്ചത്? അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് സ്റ്റിമുലസ് ഔട്ട്സൈഡ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഇൻസൈഡ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. പുറത്ത് പോസിറ്റീവായിരുന്നു, അകത്ത് നെഗറ്റീവായിരുന്നു. സ്റ്റിമുലേഷൻ വന്നപ്പോഴേക്കും പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവുമായി ചാർജ് റിവേഴ്സ് ചെയ്തു, ചാർജ് തിരിഞ്ഞു. ഇത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കൂടി നടക്കും. ഒരു നിമിഷ നേരത്തേക്കാണ് ഈ പ്രവൃത്തി സംഭവിക്കുന്നത്, ഈ ചാർജിൻ്റെ റിവേഴ്സൽ സംഭവിക്കുന്നത്. ഫോർ എ മൊമെൻറ്റ്, വളരെ നിമിഷ നേരത്തേക്ക്. അതേ സമയം കൊണ്ട് തന്നെ ഈ അകത്ത് കയറിയ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ഇറ്റ് മേക്സ് ദി അഡ്ജസൻറ്റ് നെഗറ്റീവ് എ പോസിറ്റീവ് ചാർജ്. തൊട്ടടുത്തുള്ള നെഗറ്റീവിനെ പോസിറ്റീവാക്കും. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ചാർജുകൾ തിരിഞ്ഞു വന്നപ്പോൾ നിമിഷ നേരത്തേക്ക് ആ അകത്ത് കയറിയ പോസിറ്റീവ് ചാർജ് തൊട്ടടുത്ത നെഗറ്റീവിനെ പോസിറ്റീവാക്കും. തൊട്ട് മുകളിലും വ്യത്യാസം വരും. പുറത്തെ പോസിറ്റീവ് ചാർജ് ഇപ്പുറത്ത് നെഗറ്റീവായിട്ട് മാറും. ചിത്രീകരണത്തിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമാകും. അപ്പോഴെന്താ സംഭവിക്കുക? തിരിഞ്ഞ ചാർജ് അതേ രൂപത്തിൽ ഈ ആക്സോൺ മെംബ്രെയിനിലൂടെ പോകുന്നു. നമുക്കൊരു സഞ്ചാരമായി തോന്നും, ചാർജുകളുടെ സഞ്ചാരം. അപ്പോൾ സ്റ്റിമുലസ് ഉണ്ടായ സ്ഥാനത്ത് അല്പനേരത്തേക്ക് ഇലക്ട്രിക്കൽ ചാർജുകൾ തിരിയുകയും തുടർന്ന് ഈ സ്റ്റിമുലേഷൻ്റെ ഫലമായുണ്ടായ റിവേഴ്സ് ഓഫ് ചാർജിൻ്റെ വ്യത്യാസം, ചാർജിൻ്റെ തിരിയൽ തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. നമ്മൾ പറയും ദി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ദി അഡ്ജസൻറ്റ് പാർട്സ്. ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ദി അഡ്ജസൻറ്റ് പാർട്സ്. ചാർജിലുണ്ടായ വ്യത്യാസം തൊട്ടടുത്ത ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ ഉത്തേജിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചാർജ് ഡിഫറൻസ് ഒക്വേഴ്സ് അറ്റ് ദാറ്റ് പോയിൻ്റ് ആൾസോ. ആ ഭാഗത്തും ചാർജ് ഡിഫറൻസ് സംഭവിക്കും. എങ്ങനെ? ഔട്ട്സൈഡ്സ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇൻസൈഡ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ആക്സോൺ മെംബ്രെയിനിലൂടെ ഈ റിവേഴ്സ്ഡ് ചാർജ് സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ റിവേഴ്സ്ഡ് ചാർജിൻ്റെ, തിരിഞ്ഞ ഈ ചാർജിൻ്റെ സഞ്ചാരത്തെയാണ് നമ്മൾ മെസ്സേജ് അല്ലെങ്കിൽ നേർ ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിത്രത്തിൽ നിങ്ങൾ ചാർജ് തിരിയുമ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തണം, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് എ സ്റ്റിമുലസ്. അതൊരു ഉദ്ദീപനത്തിൻ്റെ ഫലമായി സംഭവിച്ചതാണ്. അതേപോലെ തൊട്ടടുത്ത ഭാഗത്തും ചാർജ് തിരിയുന്ന ചിത്രീകരണം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ തിരിഞ്ഞ ചാർജിൻ്റെ സഞ്ചാരത്തെയാണ് നമ്മൾ നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് നെർവ് ഇമ്പൾസ്? ഇറ്റ് ഈസ് ദി മൂവിങ് റിവേഴ്സ്ഡ് ചാർജ്. എന്താണ്? സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തിരിഞ്ഞ ചാർജ്. ഇൻസൈഡ് പോസിറ്റീവും ഔട്ട്സൈഡ് നെഗറ്റീവുമായി സഞ്ചരിക്കുന്ന ചാർജിനെയാണ് നമ്മൾ നെർവ് ഇമ്പൾസ് അല്ലെങ്കിൽ നെർവ് മെസ്സേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ചിത്രീകരണവും തയ്യാറാക്കി നിങ്ങൾ അധ്യാപകരുടെ മൂല്യനിർണ്ണയത്തിനായിട്ട് വിലയിരുത്തലിനായിട്ട് നൽകണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വർക്ക് നമുക്ക് ചെയ്യാം. എന്താണ് ആ വർക്ക്? ഈ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രക്രിയകൾ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ് ആ വർക്ക്. റൈറ്റ് ദി ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എലോങ് ദി ന്യൂറോൺ. ന്യൂറോണിലൂടെയുള്ള ആവേഗങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവും സംബന്ധിച്ച ഘട്ടങ്ങൾ ക്രമത്തിൽ എഴുതുക എന്നതാണ് ആ ചോദ്യം. പ്രവർത്തന ഘട്ടങ്ങൾ ക്രമമായി രേഖപ്പെടുത്തി വിലയിരുത്തലിനായി അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.